കടലിൽ പോയി കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഏതായാലും നടപടി വരികയാണ്. നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റിയിരിക്കുന്നു. കൊല്ലത്തെ ഫിഷറീസ് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. 9ാം ദിവസവും ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. നമുക്ക് അമ്മ രേഷ്മയുടെ പ്രതികരണം കൂടി കേൾക്കാം. നമ്മൾ ആവശ്യപ്പെട്ട തരത്തിലുള്ള ഊർജിതമായിട്ടുള്ളൊരു അന്വേഷണം ഇപ്പോഴും അവരിതുവരെ നടത്തി തുടങ്ങിയിട്ടില്ല. യോഗ്യരല്ലാത്ത, അതായത് അയോഗ്യരായ ആളുകളെ വെച്ചിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു കാട്ടിക്കൂട്ടലുണ്ടല്ലോ, അതെനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾക്കിത് ഈ ഒരു സിസ്റ്റം കൊണ്ട് എൻ്റെ മോനെ നോക്കിത്തരാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല എന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. നമ്മൾ എന്തിനാ ഒരു ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? എന്തിനാ നമ്മൾ എന്തിനു വോട്ട് ചെയ്തു? നമ്മൾ എന്തിന് ഇത്രയും കഴിവുകെട്ട ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തെന്ന് ഞാൻ സത്യത്തിൽ ഇങ്ങനെ അങ്ങ് ലജിച്ചു പോകുന്നു. ദേവി ജയശങ്കറാണ് ചെയ്തിരുന്നത്. ജയശങ്കർ, രേഷ്മയുടെ ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വിനീത, ഒരു വീട്ടിൽ 3 പേർ മത്സ്യബന്ധനത്തിൽ പോകുന്നു. അതിൽ 2 പേർ ഈ അപകടത്തിൽ മരണപ്പെടുകയും സ്വന്തം മകൻ ഗൗതം കൃഷ്ണയെ കാണാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിലാണ് അമ്മയുള്ളത്. ആ അമ്മയെ ഈ സംവിധാനങ്ങൾ കൈവിട്ടു എന്നാണ് അവർ പറയുന്നത്. ആരൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള ചില പരിശോധനകൾ, തിരച്ചിൽ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഊർജിതമായുള്ള അന്വേഷണമില്ല. അവർ 2 ദിവസം മുമ്പ് നമ്മൾ തന്നെ അവരുടെ ഈ കോസ്റ്റൽ സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധമൊക്കെ കാണിച്ചതാണ്. ആ പ്രതിഷേധത്തിന് പിന്നാലെ ഊർജിതമായൊരു പരിശോധന ഉണ്ടാവുന്ന ഉറപ്പിന് പിന്നാലെയാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷേ വീട്ടിൽ പോയി 2ാം ദിനം പിന്നിടുമ്പോൾ അങ്ങനെ ഒരു തിരച്ചിലില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. ഇങ്ങനെ തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരന്തരം വരേണ്ട ഒരു ദയനീയ സാഹചര്യത്തിലൂടെയാണ് ആ അമ്മ കടന്നു പോകുന്നതെന്നത് ഏറെ വേദനാജനകമായ കാര്യമാണ്. ഈ നേവി ഉൾപ്പെടെ എത്തി ഈ പരിശോധന കൂടുതൽ വിപുലീകരിക്കണം, ഇല്ലെങ്കിൽ ഊർജിതമാക്കണം എന്നൊരു ആവശ്യം ആ അമ്മ മുന്നോട്ട് വയ്ക്കുന്നു. നാളെയും മകനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമരം കടുപ്പിക്കാനാണ് അമ്മയുടെ തീരുമാനം. അതായത് നിരാഹാരം ഇരിക്കാനുള്ള ആലോചനകളിലേക്കാണ് അവർ മുതിരുന്നത്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ റിസൾട്ട് വേണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം 2 ദിവസം ഈ സംവിധാനം മൊത്തം കടലിൽ തിരിയുന്നു, പക്ഷേ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനെ, ആരെ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ കഴിവില്ലാത്ത, ഇല്ലെങ്കിൽ ഇതിൽ പ്രാവീണ്യമില്ലാത്ത ആളുകളെയാണ് തിരച്ചിലിനുൾപ്പെടെ നിയോഗിച്ചെന്ന ഗുരുതരമായ ഒരു ആക്ഷേപവും ഈ അമ്മ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ മന്ത്രിമാരും സർക്കാരും ഒക്കെ കേൾക്കുന്നുണ്ട്. ഒരു അമ്മയുടെ കരച്ചിലാണ്. ആ എല്ലാം നഷ്ടപ്പെട്ട അമ്മയാണ്. അവർ വൈകാരികമായി തകർന്നൊരവസ്ഥയിലാണ്. ആ അമ്മയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ചർച്ചയ്ക്കിടെ സംസാരിച്ച ഈ അമ്മയോട് കുറച്ചധികം അതിൽ കിടന്ന് സംസാരിച്ച ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, നീണ്ടകര ഫിഷറീസ് സ്റ്റേഷനിലെ ഡയറക്ടർ നിലവിൽ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അവരെ കൊല്ലത്തേക്കാണ് നിലവിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തായാലും നാളെ അറിയാം ഈ തിരച്ചിലിൽ ഫലമുണ്ടായില്ലെങ്കിൽ അമ്മ ഏത് തരത്തിലായിരിക്കും പ്രതിഷേധിക്കുക, അമ്മയുടെ തീച്ചുള്ള അതെങ്ങനെയായിരിക്കും കേരളം കാണാൻ പോകുന്നതെന്ന് നാളെ നമുക്കറിയാം. വിനീത, ശരി, ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.